നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്നലെ വളരെ സന്തോഷമുള്ളൊരു ദിനമായിരുന്നു. സൈൻ ബുക്സ് വീണ്ടും പബ്ലിഷ് ചെയ്ത തലമുറകൾ എന്ന ശ്രീ നീലപത്മനാഭൻ്റെ നോവൽ പുതിയ പതിപ്പ് ഇറങ്ങുകയാണ്. അതിൻ്റെ ഫംഗ്ഷൻ വിസ്മയാക്സിൽ നടക്കുമ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് പേരെ കാണാനും സംസാരിക്കാനുമൊക്കെ ഇടയായി. ചെറുതായ സുരേഷ് കിള്ളിയു, സഞ്ചാര സാഹിത്യകാരനും എഴുത്തുകാരനുമൊക്കെയായ സുഭാഷ് വലവും, കവയത്രി മീര കമലയും, സാഹിത്യകാരനും ഗവേഷകനുമൊക്കെയായ ശ്രീ MG ശശിഭൂഷണും, ഗാനരചയിതാവും കവിയുമൊക്കെയായ ശ്രീ ജയകുമാർ IAS, അങ്ങനെ നിരവധി പേരെ കാണാനും സംസാരിക്കാനും അവരോടൊപ്പം ഫോട്ടോകൾ എടുക്കാനും ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങാനും ഒക്കെ കഴിഞ്ഞു. ഒരു അവിസ്മരണീയമായ ഒരു മുഹൂർത്തം എന്ന് വേണമെങ്കിൽ പറയാം. ആ യോഗം അവസാനിച്ചതും ശ്രീ നീലപത്മനാഭനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായ ഒരു ഡോക്യുമെൻ്ററി അവിടെ പ്രദർശിപ്പിച്ചതും അതെല്ലാം കണ്ടു കഴിഞ്ഞ് മടങ്ങിയപ്പോൾ രാത്രി 8:30 മണി. എൻ്റെ കൃഷ്ണശിലയായി എന്ന പരമ്പരയിൽ ഇവരെ കണ്ടതും ഇവരുമായി സംസാരിച്ചതും ഇവരുടെ രചനകളെക്കുറിച്ചും ഒക്കെ വിശദമായ എപ്പിസോഡുകൾ വരുന്നുണ്ട്. എഴുത്തിൻ്റെ പിന്നിൽ നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും കാണുന്നവരും കാണാത്തവരും ആയി നിരവധി പേരുകൾ. അപ്പോൾ ഇവരെയെല്ലാം കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് ചാരിതാർത്ഥ്യജനകമാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് എനിക്ക് തോന്നിയത്, എൻ്റെ കാഴ്ചപ്പാടാണല്ലോ പ്രധാനം, അവരുമൊക്കെ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹവും സന്തോഷവുമായി തോന്നുന്നു. രാത്രിയുടെ 2-ാം യാമത്തിൽ ഇവരെക്കുറിച്ചെല്ലാം ചിന്തിച്ച്, ഇവരുടെ രചനകളെക്കുറിച്ച് ചിന്തിച്ച്, ഇവരുടെ ഭാവഭേദങ്ങൾ നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഇതെല്ലാം വിശദമായി കൃഷ്ണശിലയായി എന്ന എൻ്റെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം എത്രയോ കാലത്തിന് ശേഷമാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും അതേക്കുറിച്ചെല്ലാം വിശദമായ എപ്പിസോഡുകൾ താമസമിന എൻ്റെ കൃഷ്ണശിലയായി എന്നുള്ളതിലൂടെ ഞാൻ പറയുന്നുണ്ട്. നന്ദി, നമസ്കാരം.